12 മണി ആവാറായി. 11:45 ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ എയർപോർട്ട് ലുക്ക്. ഇത് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. ഷർട്ട് ഇത് തണുക്കാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര നൈസാണ്, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ ജാക്കറ്റ് എടുത്ത് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. പക്ഷെ എന്തായാലും ഇതിൻ്റെ മേലെ ജാക്കറ്റ് ഇട്ട ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ആതിരയും ഗ്രീഷ്മയും റെഡിയായി. അപ്പോൾ ആതിര ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്യാബ് വിളിച്ച് ഗ്രീഷ്മയുടെ അടുത്ത് പോകും. ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്, പക്ഷെ രാത്രി 12 മണി ആയത് കാരണം നടന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഓൾ സെറ്റായി. ബാഗ് ഒന്ന് മാറ്റി, കുറേ സാധനങ്ങൾ കൈ പിടിക്കാനുണ്ടായിരുന്നു, വൈറ്റ് സെറ്റ് ടിഷ്യൂ അത് ഇത്. അതുകൊണ്ട് ബാഗ് കുറച്ച് വലുതാക്കേണ്ടത്. എൻ്റെ മെയിനായിട്ട് എന്താ വെച്ചാൽ എൻ്റെ സെൽഫി സ്റ്റിക്ക്, എൻ്റെ വ്ളോഗിങ് സംഭവങ്ങൾ അതൊക്കെ ഉണ്ട്. സാധാരണ ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ രംഷേട്ടൻ്റെ ബാഗിലാണ് വെക്കുക. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ടൊരു വലിയ ബാഗ് എടുക്കേണ്ടി വന്നു. ഇത് എൻ്റെ ഓയിലാണ് കേട്ടോ. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡെയിലി ഇതൊരു 3 ഡ്രോപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാനിനി ഗോവയ്ക്കൊന്നും കൊണ്ടുപോകില്ല. അവിടുത്തെ വെള്ളത്തിൽ എന്തായാലും ഇത് കൊളാവും എന്ന് എനിക്കറിയാം. ഇന്ന് നന്നായിട്ട് ഷാമ്പു ഒക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കി എണ്ണ തേച്ചിട്ട് അങ്ങോട്ട് പോവാം. ബാക്കി 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. 3 മാസത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പ് ഇതേ ഫൈനലി നമ്മുടെ മുന്നിൽ എത്തി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 4:45 ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങൾ പോകുന്നത് 12 മണിക്ക്. ഇവിടുന്ന് 40 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇത്രയും മുന്നേ നേരത്തെ 5 മണിക്കൂർ മുന്നേ എന്തിനാണ് എത്തുന്നത് ചോദിച്ചാൽ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇത് ഡിജി യാത്ര, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഡിജി യാത്ര, ഡിജി ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ് അതിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കിടക്കാം. ഇതറിയാത്തവരാരും ഉണ്ടാവില്ല എങ്കിലും ഞാൻ പറയാം, സെക്യൂരിറ്റി ചെക്കിനാണെങ്കിലും ഒക്കെ ഈ ഡിജി ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ T1 ഡൊമസ്റ്റിക് ടെർമിനലായിരുന്നു മുംബൈയിൽ. സാധാരണ എപ്പോഴും ഇൻ്റർനാഷണൽ ടെർമിനലിലാണ് വരാറ്. ഇതൊരു സാധാ ടെർമിനലാണ് കേട്ടോ. അതായത് എയർപോർട്ട് അത്ര ഒരു ഇതൊന്നുമില്ല. ആകെ ഉള്ളത് ഒരൊറ്റ ലോഞ്ചാണ്, അദാനി ലോഞ്ച്. അവിടെ അത്ര വലിയ നല്ല ഫുഡൊന്നുമില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ലോഞ്ച് അടിപൊളിയാണ്, നല്ല അടിപൊളി ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ 4 മണിക്കൂർ ഇരുന്ന് കത്തിയടിച്ച് ഉറങ്ങാതെ ഇരുന്ന് കത്തിയടിച്ച് അവസാനം നമ്മുടെ സമയമായിട്ടോ ഫ്ലൈറ്റിനുള്ളത്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. രാത്രി ഫുള്ള് ഉറങ്ങാത്ത കാരണം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. കാരണം 4:45 കയറിയപ്പോഴേക്കും അതിലേക്ക് കയറിയത് ഉറങ്ങി. പക്ഷെ ഞാനും ഗ്രീഷ്മയും കുറച്ച് എയറോഫോബിക് ആയ കാരണം ഞങ്ങൾക്ക് ഉറക്കവും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഗോവയ്ക്ക് ഫ്ലൈറ്റിൽ പോണത്. കാരണം ഗോവ നമ്മുടെ അടുത്താണ്, എപ്പോഴും കാറിൽ പോകാനുള്ള ദൂരം ട്രെയിനിൽ ദൂരമേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം ഞങ്ങൾ ഫ്ലൈറ്റിലാണ് എടുത്തത്. പക്ഷേ ഇത്രയും ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആദ്യമായിട്ടാട്ടോ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഇത് കയറിയതും ഇറങ്ങി എന്ന് പറയാം. ഒരു 20-25 മിനിറ്റിൽ നമ്മൾ ഗോവ എത്തിയിട്ടോ. ഗോവ എയർപോർട്ട് അത്ര അടുത്തായിരുന്നു. പിന്നെ വളരെ നേരത്തെ എത്തി, ഒരു 5-5:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തി. ഒന്ന് വെളിച്ചായിക്കോട്ടെ വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പുറത്തെത്തിയപ്പോഴേക്കും നമ്മളൊരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. नहीं नॉर्मली है. ഗുഡ് മോർണിംഗ് ഫ്രം ഗോവ. സോ ഞങ്ങളിതേ രാവിലെ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഗോവ ബീച്ചിലെത്തി. റിസോർട്ട് 2 മണിക്കാണ് ചെക്ക് ഇൻ. അത് നമുക്ക് മുന്നേ അറിയാമായിരുന്നു. സോ 6 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് 2 മണി വരെ. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ഗോവ എക്സ്പ്ലോർ ചെയ്ത്. സൗത്ത് ഗോവയാണ് കേട്ടോ ഇത്. ഡബോളിം എയർപോർട്ടിൽ ഇറങ്ങി. നമ്മൾ സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ബീച്ചാണ്. 6:30 സമയത്തുള്ള ബീച്ചിൻ്റെ ഒരു ഭംഗി, കാരണം ഒട്ടും വെയിലില്ല, നല്ല രസമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അടിപൊളി യാത്രയായിരുന്നു. കുറേ ചിരിച്ച് മറങ്ങി നമ്മളങ്ങനെ ഫ്ലൈറ്റിലൊക്കെ എത്തി. ഈ ഒരു സമയമായതുകൊണ്ട് ആരുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ജീൻസും ടോപ്പും ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫുള്ള് ഒരു 2 ദിവസം ഫുള്ള് നമ്മൾ ബീച്ചിൽ കിടക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ബീച്ചിൽ കിടന്നാൽ നമുക്കിന്നൊരു 4-5 സ്ഥലം കൂടെ 2 മണിയുടെ മുന്നേ പോകാനുണ്ട്. സോ ആ 4-5 സ്ഥലം കൂടെ കാണണം എന്നുണ്ടെങ്കിൽ ഈ ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. പിന്നിൽ ഒരാളും കൂടി ഉണ്ട്, നോക്കിയേ. ഞാനും ഉണ്ട്. അല്ല ഒരു ഇതെന്താ ഇങ്ങനെ ചെരിഞ്ഞ്.
രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ലെങ്കിലും ദേ ബീച്ച് കണ്ടോടുകൂടി എല്ലാവരും ഭയങ്കര ഉഷാറായിട്ടോ. കാരണം നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ചെക്ക് ഇൻ ടൈം 2 മണിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. സോ നമ്മൾ ബീച്ചിൽ കുറേ നേരം നിന്നു. വരുന്ന വഴിക്കായിരുന്നു ബിർള മന്ദിർ. അപ്പോൾ അവിടേക്കൊന്ന് കയറി. നല്ല ഭംഗിയല്ലേ ബിർള മന്ദിർ. അപ്പോൾ നമ്മൾ പല സ്ഥലത്തെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒന്ന് കാണാൻ പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ അവിടെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ദേ ബിറ്റ്സ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഉള്ളിൽ പിന്നെ കയറിയതൊന്നുമില്ലല്ലോ, ചുമ്മാ കണ്ടു. ഞങ്ങളങ്ങനെ ബീച്ചിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇതൊരു കുന്നിൻ്റെ മേലെയുള്ള ഒരു ചേർച്ചിൻ്റെ ഏരിയയാണ്. ഇത് മെയിനായിട്ട് ഈ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെയുള്ള വ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ അധികം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ നിറയെ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയം ആക്ച്വലി ഒരു 7 മണി 7:15 ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആരുമില്ല. നമുക്ക് അറിയുന്നൊരു ഡ്രൈവറെ, ഗ്രീഷ്മ അറിയുന്നൊരു ഡ്രൈവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ, നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല. ഫുള്ള് മൂപ്പര് തന്നെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നിട്ടും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അടിപൊളിയായി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ആളെ വിളിച്ച് നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. സൗത്ത് ഗോവയിലെ ഒരു ഭയങ്കര വിജനായ ഒരു സ്ഥലമാണ് ആക്ച്വലി. എല്ലാ സ്ഥലവും ഒരു ഗാവ് പോലെയാണ്. അത്യാവശ്യം നടക്കാണ്ട് കിതച്ചു ഞാൻ. കൂടെ നമ്മൾ കാറിലിങ്ങനെ വരുമ്പല്ലേ ഒക്കെ നമ്മുടെ നാട്ടിലെ പട്ടാമ്പി കുറ്റിപ്പുറം ഏരിയയിൽ കൂടെ വരുന്ന പോലൊരു ഫീല്. ഞങ്ങൾ 3 പേരും അത് തന്നെയാണ് പറയണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ മുംബൈയിലെ ഒരു ബിസി ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സൗത്ത് ഗോവയിൽ ഭയങ്കര ഒരു നാട്ടിലൊരു ഫീല്, ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം. ഇപ്പം रेस्टोरेंट दिखा है ना, रेस्टोरेंट दिखा है। आपका ये भी कॉम्प्लीमेंट्री अभी स्टार्ट नहीं हुआ रहा है। नहीं रहेगा वो कल ही मिलेगा। അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട് ഉണ്ടായിരുന്ന ബെലേസ. ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു ജേണിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേരും കൂടി പോകുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേരും കൂടെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇതിൽ വേറെ ആരുടെയും എന്താ പറയുക ഒരു കയ്യോ ഒന്നുമില്ലാത്ത കാരണം അതിൻ്റെ ഒരു പ്രൗഡ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു റിസോർട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതാണ്. ഇതിന് മുന്നേ നമ്മൾ സൂറിയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് മാറ്റേണ്ടി വന്നു വേറെ ഒരു അവസാന നിമിഷത്തിൽ. അപ്പോൾ അങ്ങനെ ബെലീസ പെട്ടെന്ന് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് ശരിയാണോ നല്ലതാണോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഉച്ചയ്ക്കല്ലേ ചെക്ക് ഇൻ ഉള്ളൂ. നാളെ മറ്റന്നാളൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ അവിടെ ജിമ്മും സ്പായും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ആവുന്നവരെ ഫുള്ള് റിസോർട്ട് കണ്ട് നടക്കലായിരുന്നു പണി. എന്തൊരു താണാല ഇത് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് അതന്നെ ഇത്. അങ്ങനെ ഫൈനലി കാത്തിരുന്ന് ഞങ്ങളുടെ റൂം കിട്ടി. ഇപ്പോൾ സമയം 12 മണി. പറഞ്ഞതിനേക്കാൾ 2 മണിക്കൂർ മുന്നേ അവർ തന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കും. കാരണം ഞങ്ങളിവിടെ 8:30 ആകുമ്പോഴേക്കും വെറുതെ എത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് 12 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് റൂം കിട്ടി കേട്ടോ. അവിടെ ഇങ്ങനെ കടന്ന് കറങ്ങുമായിരുന്നു. സ്പായും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പോയി നോക്കി. ശരിക്കും ടയർഡായി. ഭയങ്കര ചൂടാണ്. നമുക്ക് അധികം നേരം ഒന്നും ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. അടിപൊളി ചൂടാണ്. ഞങ്ങളാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഡ്രസ്സ് ഇട്ടത്. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ ഇപ്പം നേരെ ഉറങ്ങണം. ഫുൾ ഡേ ഉറങ്ങിയിട്ടില്ല ഇന്നലെ മുതൽ. അപ്പം അതിൻ്റെ ഒരു കിളി പോയി ഇരിക്കുകയാണ് ഇവിടെ എല്ലാവരും ഉറങ്ങാതെ. അപ്പോൾ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നിൻ്റെ വീട്ടിൽ ആർക്കും വേണ്ട, വേണമെങ്കിൽ എടുത്തോ. നല്ല രസമുള്ള സ്ഥലം. എന്താണ് അതില് എന്ത് സുഖം, എന്ത് സുഖം. അടിപൊളി റൂമല്ലേ. വാവ്, കിടക്കച്ചി റൂമല്ലേ. നീ ഒന്ന് അസലായിട്ട് ഉറങ്ങിയാൽ മതി. ബാൽക്കണി ഉണ്ട് അല്ലേ കിടക്ക. അതെന്താ നിനക്ക് ഇവിടെ വേണ്ട? ഈശ്വര, ഇവൾക്ക് ഇത്രയും വലിയൊരു കട്ടിലുണ്ടായിട്ട് ഞാൻ ആ സോഫയിൽ കിടക്കുകയാണ്. ഞാനും കട്ടില്ല കിടക്കാം, നമുക്ക് കട്ടില്ല കിടക്കാം. നമ്മള് സോഫയിലോ നിലത്തോ എവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ. ഞങ്ങളുടെ ബോർഡിൽ ഞാനും അപ്പഴും പെങ്ങളും ഉള്ളു പറയുന്നത്. ഞങ്ങളുടെ ഹസ്ബൻഡ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ 3 പേരുടെ. അതായത് ഞങ്ങളെ വിട്ട് കഴിഞ്ഞാൽ ഗോവയിൽ എത്തണം എന്നാണ് പറഞ്ഞത്. അതേ വർത്തമാനം കാരണം ഗോവയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാക്കരുത്, അതുപോലെ അവിടുത്തെ എയർ ഹോസ്റ്റസിൻ്റെ ചീത്ത കേൾക്കരുത്. അതാണ് ഞങ്ങൾ 3 പേരും കൂടിയാലുള്ള അവസ്ഥ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ കണ്ടോ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഫുൾ ഡേ ഉറങ്ങാതെ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ഇതാണ് അവസ്ഥ. ഇരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് അവസാനം ഒന്ന് ജസ്റ്റ് ഉറങ്ങിയിട്ടോ. അതിനുശേഷം എണീറ്റത് ഞങ്ങളൊന്ന് ഫ്രഷ് ആവണം, കുളിയൊക്കെ കഴിഞ്ഞ്
ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് വെറുതെ ചുമ്മാ ഇന്നിങ്ങനെ ഒരു റിലാക്സ് മോഡിലാണെങ്കിലും നന്നായി ഡ്രസ്സൊക്കെ ചെയ്യാം. ഡ്രസ്സിങ് ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ആയപ്പോഴേക്കും റെഡിയായി. ഞങ്ങളിത് എണീറ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചായയോ അവിടെയാണ് ചായയോ എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 4 മണിയായി. ലഞ്ച് നമ്മൾ കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിച്ചു. ഇനി നമുക്ക് ലഞ്ചിനുള്ള ഒരു സമയമില്ല, വിശക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ബീച്ചായിരിക്കും മിക്കവാറും പോവാം നമ്മൾ. ബീച്ചോ അല്ലെങ്കിൽ മാർക്കറ്റ്. ഇവിടെ കോൾവ ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. കോൾവ ബീച്ചാണ് റിസോർട്ടാണിത്, തൊട്ടടുത്തുള്ള റിസോർട്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ പോയി, പിന്നെ ഇവിടെ ഒരു കോൾവ മാർക്കറ്റ് ഉണ്ട്, പിന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിന്നർ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് മെയിൻ റെസ്റ്റ് എടുക്കലായിരുന്നു. കാരണം ഒരു ദിവസം ഫുൾ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നേരെ റൂം കിട്ടിയതും കിടന്നുറങ്ങി. ഇപ്പോൾ നല്ല ഫ്രഷായി, നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് വെയിലും ആറി. അപ്പോൾ നമുക്കൊന്ന് കുഴപ്പമില്ല, ഇപ്പം ഒന്ന് നടക്കാമെന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പം നമ്മൾ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി റിസോർട്ടിന് 3 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതൊന്ന്, പിന്നെ ഒന്ന് ഒരു ബീച്ച് സൈഡ്, പിന്നെ ഉള്ളത് കുറച്ച് പുറത്താണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയി തരുന്നത്. നമ്മളിന്ന് രാവിലെ ഭക്ഷണം കഴിച്ച സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വിചാരിച്ച് നമ്മൾ വെജ് സ്പ്രിംഗ് റോളും അതുപോലെ തന്നെ സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനത്തെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. തൽക്കാലം ഒന്ന് വിശക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ വിചാരിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ കണ്ട കിനാശേരി. നമ്മുടെ പ്രൈവറ്റ് ബീച്ച്. ഇതാണ് നമ്മുടെ റിസോർട്ടിലെ പ്രൈവറ്റ് ബീച്ച്. വാവ്, രാത്രി അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ റിസോർട്ടാണിത്. ഈ റിസോർട്ടിൽ നിന്ന് ഈ വഴി നടന്നാൽ നമ്മുടെ പ്രൈവറ്റ് ബീച്ച്. ഈ റിസോർട്ടിലുള്ളവർ മാത്രമേ ഈ ബീച്ചിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. കുറേ ബീച്ചിൽ കിടന്ന് ആർത്ത് ഉല്ലസിക്കുക, കുറേ റീൽസ് എടുക്കുക. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തു. കാരണം അത്രയും സമയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫുൾ റിലാക്സ് ചെയ്തു. ഇതിന് ശേഷമുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കംപ്ലീറ്റ് വർത്താനായിരുന്നു. പിന്നെയാണ് നെക്സ്റ്റ് ഡേ ആയ കാര്യം നമ്മൾ അറിഞ്ഞത്, വീഡിയോ എടുത്തില്ല എന്നുള്ളത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ 3 പേര് റെഡിയായി. രാവിലെ തന്നെ റീൽസ്. ഞങ്ങൾ ഓരോ ദിവസവും റീൽസും കുറേ വീഡിയോസും, കാരണം ഇതൊക്കെയാണ് നമ്മുടെ മെമ്മറീസ്. പിന്നെയുള്ള സമയം ഫുള്ള് വർത്തമാനം. ഇതിൻ്റെ ഇടയിൽ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഓരോ ദിവസവും വ്ളോഗ് പറ്റാവുന്ന പോലെ എടുത്തിട്ടുണ്ട്. To dance for me. She's getting married, so we should learn to dance. Oh. There is a particular song that I really like, and I will tell you because I've got it on my phone. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നത് കണ്ടിട്ട് അവർ വന്നതാണ്. അവർ പറഞ്ഞു അവർക്കും ഇതുപോലെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണം. ഇവർ വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഗോവ. അതിലൊരാളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് ഇന്ന് നമുക്ക് ഫുഡ് ബൊഫെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു. കോണ്ടിനെൻ്റൽ ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ പിന്നെ ഒരു രക്ഷയില്ല, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ടൈപ്പ് ഓഫ് പാൻ കേക്ക്സ്, വേഫിൾസ്, പിന്നെ ദോശയും ഇഡ്ഡലിയും സാമ്പാറും അതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളധികം ഇങ്ങനത്തെ സംഭവങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വെജാണ്, അതുകൊണ്ട് എനിക്ക് അധികം ഓപ്ഷൻസ് അങ്ങനെ നോൺ വെജിൻ്റെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. സെക്കൻഡ് ഡേ ഫുൾ ഒരു കറക്കമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. ഗോവ ചിത്ര എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ പാസ്റ്റ് ഗോവൻ സംഭവങ്ങളും ഇതിനൊക്കെ പരിചയപ്പെടുത്തിയിട്ട് എന്നാണ് പറയണത്. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കട്ടെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് കാണാമല്ലോ. ഓരോ സ്ഥലത്ത് അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അല്ല. പക്ഷേ സൗത്ത് ഗോവയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ നോർത്ത് ഗോവ പോലത്തെ അങ്ങനെ ഒരു വൈബൊന്നും നമുക്ക് കിട്ടാനില്ല. പക്ഷേ ഇവിടുത്തെ റിസോർട്ട് ആൻഡ് ഇവിടുത്തെ ബീച്ചസ് വളരെ കാമാണ്, തിരക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഞങ്ങളെല്ലാവരും 3-4 പ്രാവശ്യം നോർത്ത് ഗോവയിൽ പോയവരായതുകൊണ്ട് ഇനിയും അവിടെ തന്നെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാകുമ്പോൾ കാണാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പാലോളിയം ബീച്ചിലേക്ക് എത്തി. സൗത്ത് ഗോവ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഗോവയുടെ ഒരു വൈബില്ല. നോർത്ത് ഗോവ പോയവർക്കറിയാം, അതൊരു വല്ലാത്തൊരു വൈബാണ്. പക്ഷേ എന്താ വെച്ചാൽ ഒരു ഗുണം തോന്നിയത് ബീച്ചസൊക്കെ വളരെ തിരക്ക് കുറവാണ്. നമുക്ക് എല്ലാ ബീച്ചിലും കിടന്ന് ആസ്വദിക്കാം. നോർത്ത് ഗോവയിലെ ബീച്ചൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ ഈ ഒരു കീടില സ്ഥലത്തെത്തിയിട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കേപ്പ് ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് കണ്ടാൽ നമ്മൾ ശരിക്കും ബീച്ചിലേക്ക് വന്നതാണെന്നുള്ളത്. ഒരുപാട് തിരക്കും. നമ്മൾ കാബോഡി റാവു അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ആ ഒരു ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കേപ്പ് ഗോവ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. എൻ്റെ പൊന്നോ, മസ്റ്റ് വിസിറ്റാണ്.
വേറെ ലെവൽ വൈബ്, വേറെ ലെവൽ ആംബിയൻസ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്ര കിടിലനാണ്. ബാക്കി ഞങ്ങളുടെ മെയിൻ ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് പോകുന്ന രീതി തന്നെ എൻ്റെ അമ്മേ എന്താ രസം അറിയോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വ്യൂവിനാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഓരോ ടേബിളായിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കടൽ വ്യൂവിലുള്ള ഈ ഒരു ടേബിളിന് അവർ 6000 പറഞ്ഞത്. ഈ 6000 ഇൻക്ലൂഡിങ് അവരുടെ ഡ്രിങ്ക്സ്, ആൽക്കഹോൾസ്, അങ്ങനത്തെ സംഭവം. അതിൻ്റെ തൊട്ടടുത്തുള്ള 4000. ഞങ്ങൾ പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഏറ്റവും അറ്റത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ 3 പേരും ആൽക്കഹോളും കാര്യങ്ങളൊന്നും കഴിക്കാത്തവരായ കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ മോക്ടെയിൽസ് പറഞ്ഞു. ഇവർ സ്ക്വിഡ്, സീ ഫുഡാണ് മെയിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എനിക്കത് മിസ് ചെയ്തു. ഈ പറഞ്ഞ പോലെ വ്രതം കാര്യങ്ങളൊക്കെ ആയ കാരണം അവർ സ്ക്വിഡ് കഴിച്ചു. ഞാനൊരു വെജ് പാസ്ത കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പുറത്തെത്തി കണ്ടോ, ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തത്. ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാനും ആ ഒരു ക്രീക്കിൻ്റെ ഭംഗിയും. എന്തായാലും എക്സ്പെൻസീവ് ആണെങ്കിലും വേർത്താണ് കേട്ടോ. കിടിലനായിരുന്നു ആ ഒരു ഭക്ഷണം കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു കാബോഡി രാമ ഫോർട്ടിലേക്ക്, പെബിൾസ് ബീച്ചാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു സൗത്ത് ഗോവയിലെ ബീച്ചസിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എല്ലാ ബീച്ചുകളും ഭയങ്കര ഭംഗിയാണ്, ഒരു യുണീക്കാണ്. അങ്ങനെ കുറേ പ്രത്യേകതകൾ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് വന്നു. കുറച്ചധികം റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കണ്ടോ, പെബിൾസ് ബീച്ചാണ്. കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തത് കണ്ടോ. ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാവുമ്പോഴേക്കും കണ്ടോ, കടലാണ്, കടലിലോട് കളിക്കരുത് അറിയില്ലേ. എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറാന്ന് അറിയില്ല. ഞങ്ങൾ 3 പേര് ഓടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഫോർട്ടും ബീച്ചും അങ്ങനെയാണ്. അത്യാവശ്യം നടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് റിസോർട്ടിലെത്തി നല്ല കിടിലൻ ഡിന്നറൊക്കെ കഴിച്ച് രാത്രി 2 മണിക്കാണ് കേട്ടോ ഉറങ്ങിയത്. പിന്നെ അതേ രാവിലെ ലാസ്റ്റ് ഡേ, ദിവസം പോണതൊന്നും അറിയുന്നില്ല. ഈ 3 ദിവസം ഗ്രീഷ്മയുടെ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇന്ന് അലാം വെച്ച് 5:30 എണീറ്റു. എന്തിനറിയോ, ബീച്ചിൽ പോയി, ലാസ്റ്റ് ഡേ അല്ലേ, ബീച്ചിൽ പോയിട്ട് കിടക്കാൻ. രാവിലെ 6:30 ആകുമ്പോഴേക്കും ബീച്ചിൽ കിടക്കാൻ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ബീച്ചിൽ കിടക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നും കൂടെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 2-3 റീൽസൊക്കെ എടുക്കാനുണ്ട്. പക്ഷേ 7 മണി ആവാറാകുമ്പോഴേക്കും നല്ല വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ. ഞങ്ങൾ 5:30 അലാറം വെച്ച് എണീറ്റു വരാൻ വേണ്ടിയിട്ട്. അത്ര ഡെഡിക്കേഷനാണ് ഈ ഒരു റീൽസ് എടുക്കാനും പിന്നെ കുറച്ച് എൻജോയ് ചെയ്യാൻ. ഇവിടെ ഒരു 9 മണി വരെ ബീച്ചിൽ കിടക്കാം. ഗോവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബീച്ചിൽ കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതിനാണല്ലോ നമ്മൾ ഗോവയിൽ വരുന്നത്. അത് നമ്മൾ ബീച്ച് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് ഇന്ന് മാക്സിമം എൻജോയ് ചെയ്യുക. പക്ഷെ വേഗം വെയിലായി. ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ. അതിനുള്ള സ്ഥലം നോക്കുകയാണ്. ഷെല്ലാണോ? അവിടുന്ന് ജസ്റ്റ് ഒരു റീൽസ് എടുത്തതിന് ശേഷം പിന്നെ മൊബൈൽ മാറ്റി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ബീച്ചും സ്വിമ്മിംഗ് പൂളും ആയിട്ട് അങ്ങോട്ട് കിടന്ന് ഉല്ലസിച്ച് ഫ്രഷ് ആയപ്പോഴേക്കും നല്ല വിശന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതും കോംപ്ലിമെൻ്ററി തന്നെയായിരുന്നു, പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇന്ന് അവിടെയുള്ള ആരുടെയോ ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ടിൽ. കുറേ പേര്, അധികം ഫോറിനേഴ്സ് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി പോവാൻ റെഡിയായി. സത്യം പറഞ്ഞാൽ ഒട്ടും മനസ്സോടെയാണ് എന്താണ് ഉണ്ടായത് ഈ 3 ദിവസം എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. പക്ഷെ പോയല്ലേ പറ്റൂ. അപ്പോൾ ഇതേ സമയം 11 മണിയായി. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ കത്തിക്കൽ ഏകദേശം കഴിഞ്ഞു. നമ്മളിനി പോവാനൊരു മനസ്സ് വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല രസമായിരുന്നു 3 ഡേയ്സ്. എന്നാലും ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പോൾ ഇന്ന് ശരിക്കും 5:30 എണീറ്റ് എല്ലാം ചെയ്തുകൊണ്ട് ഒരുപാട് സമയമുണ്ടായി. കുറേ നേരം ഇരുന്ന് വർത്താനം പറയാനൊക്കെ സമയമുണ്ടായി. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇവിടെയൊക്കെ റീൽസൊക്കെ എടുത്ത് കറങ്ങും. എല്ലാം ഈവനിങ്ങിൽ 8 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളൂ. സോ ഇഷ്ടം പോലെ സമയമുണ്ട്. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ റിസപ്ഷനിൽ തന്നെ ഇരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം എന്നുള്ളത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇന്ന് ഫുൾ ഡേ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. അത് കഴിഞ്ഞ് ഉച്ചവരെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇത് അവരുടെ വേറെ ഒരു 3ാമത്തെ റെസ്റ്റോറൻ്റാണ്, ജൂജു എന്ന് പറഞ്ഞിട്ട്. അതിൽ അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. ഒരു 5 മിനിറ്റ് നമുക്ക് കാറിൽ ട്രാവൽ ചെയ്യണം. അവരുടെ കാർ തന്നെ വരും, നമുക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ കാർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവരുടെ ഗോവൻ താലിയാണ് കഴിച്ചത്. ഞാൻ വെജും അവർ നോൺ വെജും. കിട്ടിലൻ ഫുഡായിരുന്നു. അവിടെ ഭയങ്കര അടിപൊളി. ഈ 3 ദിവസം ഞങ്ങൾ അവിടെ പോയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി നമ്മളൊരു എന്തെങ്കിലും ഒരു ബീച്ചിൽ പോകണമല്ലോ. ഇത് കോൾവ ബീച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ അതേ ബീച്ച് തന്നെ. അതൊരു 2 കിലോമീറ്റർ നടക്കുമ്പോൾ അതിൻ്റെ മെയിൻ
സെൻറ്ററിൽ. അവിടെ ഇങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ഇവിടെ നോർത്ത് ഗോവയുടെ ഒരു വൈബും തന്നെ ഇല്ലേ. നോർത്ത് ഗോവ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പബ്ബും പാട്ടും ഫോറിനേഴ്സും അങ്ങനെയൊക്കെയല്ലേ. ഇതെല്ലാവരും റിസോർട്ടിൽ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ സൗത്ത് ഗോവയാണ് ബെസ്റ്റ്. ആദ്യമായിട്ട് ഗോവ കാണുമെങ്കിൽ നോർത്ത് ഗോവ പോവാം. പക്ഷെ കുറേ പ്രാവശ്യം ഗോവ കണ്ടവരാണെങ്കിൽ സൗത്ത് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം നല്ല ബീച്ചസ് ആണ്, നല്ല അടിപൊളിയാണ്. അങ്ങനെ തിരക്കുമില്ല, ബട്ട് ക്വയറ്റ് എക്സ്പെൻസീവും ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതേ 1 മണിക്കൂർ ലേറ്റായി. ഞങ്ങൾ 8:30 അവിടെ എത്തേണ്ടതാണ്, പക്ഷേ ലേറ്റായി. നമ്മൾ മുംബൈയിൽ എത്തിയപ്പോഴേക്കും 9:45 സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. 9:45 എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയത് രാത്രി 1 മണിക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു മെമ്മറബിൾ ട്രിപ്പാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്ന ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. അതായത് അതൊരു വല്ലാത്തൊരു വൈബാണ്. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ട്രിപ്പുകൾ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തും.